വെൽക്കംസ് ടു സ്റ്റുഡൻസ് അവർ ന്യൂ ക്ലാസ്. നമ്മളിന്ന് എടുക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെയാണ്. നമ്മളൊരു കഥയൊക്കെ വായിച്ചു അല്ലേ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ട്. ഹൊവാർഡ് കാർട്ടർ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ വായിച്ചു. പിരമിഡിനെ കുറിച്ചിട്ടും മമ്മീനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ബാക്കിയുണ്ട്. കുറച്ച് പ്രത്യേകതകൾ കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. What were the other features of the Egyptian civilization that existed in the Bronze Age? നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ഹാരപ്പൻ സിവിലൈസേഷനും മറ്റ് സിവിലൈസേഷനൊക്കെ പൊതുവെ എന്താണ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? വെങ്കലയുഗ സംസ്കാരങ്ങൾ അല്ലേ, വെങ്കലയുഗ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സിവിലൈസേഷൻസ് ആണ് ഇതൊക്കെ. എന്തുകൊണ്ടായിരുന്നു? ബ്രോൺസ് കൊണ്ടുള്ള ടൂൾസ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഈജിപ്ഷ്യനും മറ്റ് സിവിലൈസേഷനും ഒക്കെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നമ്മളിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ മറ്റ് പ്രധാന സ്പെഷ്യാലിറ്റീസ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അതിലൊന്നാമത്തെ കൊടുത്തിട്ടുണ്ട്, ദി സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. നൈൽ നദീതടത്തിലാണ് ഈ ഒരു സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്യുകയെന്ന് വെച്ചാൽ സമൃദ്ധിയായിട്ട് വളരുക, നല്ല രീതിയിൽ വളരുക. അഗ്രികൾച്ചർ വാസ് ദി ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ഈ ഒരു സിവിലൈസേഷൻ്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് തന്നെയായിരുന്നു എന്ത്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി. കാരണം എന്താണ്, കൃഷി ആയിരുന്നു അവരുടെ ഉപജീവന മാർഗം അല്ലേ. അവരുടെ ജീവിതത്തിൽ കൃഷി മെയിനായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷൻ്റെ ബാക്ക് ബോൺ ആയിരുന്നു അഗ്രികൾച്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. ദ ഈജിപ്ഷ്യൻസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ വേവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. ഈജിപ്ഷ്യനുള്ള ആൾക്കാർ പൊതുവെ ഏർപ്പെട്ടിരുന്ന ജോലികളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേവിങ് എന്ന് വെച്ചാൽ തുണി നെയ്ത്ത് അല്ലേ, നെയ്ത്ത്, ഡ്രസ്സൊക്കെ നെയ്യുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞ ചർക്കയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നെയ്തിരുന്നു, തുണിയൊക്കെ നിർമ്മിച്ചിരുന്നു. തുണി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു രീതി തന്നെയായിരുന്നു വേവിങ്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ, എന്താണ്, സ്ഫടികപാത്രം നേരിട്ടില്ലേ, സ്ഫടികപാത്രങ്ങൾ, അതിൻ്റെ നിർമ്മാണം. ഞാൻ ഈ ഗ്ലാസ് വെയർ സ്ഫടികപാത്രത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് സ്ഫടികപാത്രങ്ങൾ. ഓക്കെ, ഗ്ലാസ് കൊണ്ടല്ല, ചില്ല് കൊണ്ടുള്ള പാത്രങ്ങളാണ് സ്ഫടികപാത്രം എന്ന് പറയുന്നത്. ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. അവരുടേതായിട്ടുള്ള ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഒരു എഴുത്ത് ലിപി നിർമ്മിച്ചിരുന്നു അല്ലെങ്കിൽ ഫോം രൂപീകരിച്ചിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ഈജിപ്തിലെ ആൾക്കാരുടെ എഴുത്ത് ലിപി അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്, വിച്ച് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. പിന്നെന്താണ്, ദ യൂസ്ഡ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പേപ്പേഴ്സ് ഫോർ റൈറ്റിംഗ്. അതായത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത്, സേക്രഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. പാപ്പറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏതാണ് പാപ്പറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ ലീവ്സ്, ഇലകളാണ് അവർ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ പേനയോ പെൻസിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുപയോഗിച്ചിരുന്നത് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ ലീവ്സ് ആയിരുന്നു. ഇനി ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ചിട്ട് ഇവിടെ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ലിപി. ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡിസ്പ്ലേഡ് ബൈ ചാംപ്ലിൻ ആൻഡ് ഫ്രഞ്ച് സ്കോളർ. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷാംപോലിയോ ആയിരുന്നു. He had accompanied the French ruler Napoleon when the later conquered Egypt in 1798. ഫ്രാൻസിലെ റൂളറായിരുന്ന നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണകാലത്ത് ഇദ്ദേഹവും നെപ്പോളിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു. The script was engraved on a stone rosetta near the mouth of the river Nile. The script could only be deciphered after the much patient labor. അതായത് നൈൽ നദീൻ്റെ സൈഡിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു കല്ല്, റോസറ്റ എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിലാണ് ഈ എഴുത്തുണ്ടായിരുന്നത്.
നിരന്തരമായിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ ലിപി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഒരു നാടിൻ്റെ ലിപി ഒരു സംസ്കാരം, ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായുള്ള ആ ലിപി എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്കേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഒരാൾക്ക്, വേറൊരു രാജ്യത്തുള്ള ഒരാൾക്ക് ഇത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് അറിയില്ല. അപ്പം അദ്ദേഹം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ലിപി വായിച്ചെടുത്തതെന്നാണ് പറഞ്ഞത്. The Egyptians also attained amazing advancement in the field of science. They formulated a solar calendar. As per this calendar, a year had 365 days. അതായത് ശാസ്ത്രരംഗത്ത് ഒരുപാട് പുരോഗതി, സയൻസ് മേഖലയിൽ ഒരുപാട് പുരോഗതി ഈ ഈജിപ്ഷ്യൻ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. They formulated a solar calendar. As per this calendar, a year had 365 days. ഈ കലണ്ടറിലെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ 365 ദിവസങ്ങളായിട്ടാണ് ഒരു വർഷത്തിനെ കണക്കാക്കിയിട്ടുള്ളത്. A year was divided into 12 months and of 30 days each. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് ഒരു വർഷത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ്, ഒരു 12 മാസങ്ങളുണ്ടാവും. നമ്മുടെ മാസങ്ങൾ തന്നെ ജനുവരി, ഫെബ്രുവരി, അങ്ങനെ 12 മാസങ്ങൾ. ആ മാസത്തിൽ എന്താണ്, ഓരോ മാസത്തിലും എന്താണ് 30 ദിവസം ഈച്ച് ഡേ ഉണ്ടായിരിക്കും. ഓക്കെ. Then the remaining 5 days were set aside for celebrations. അതായത് ബാക്കി വന്ന 5 ദിവസങ്ങൾ എന്ന് പറയുന്നത് സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. Their advancement in the field of mathematics ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. അതായത് പ്രാചീന ഈജിപ്തിൻ്റെ ഗണിതശാസ്ത്ര രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആൻഡ് എന്നു പറഞ്ഞാൽ അവർ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്ക് എന്തുണ്ടായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ടു ഡിറ്റർമൈൻ ടൈം ദേ മെയ്ഡ് സൺഡയൽ, എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ ആൻഡ് വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ടർ കറണ്ട്. അതായത് അവർ കുറച്ച് ക്ലോക്കുകൾ ഉണ്ടാക്കി, നിഴലിനെ ഷാഡോ അടിസ്ഥാനമാക്കിയിട്ട് സമയം കണക്കാക്കുന്ന ഒരു സൺഡയലും ആൻഡ് വാട്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജലഘടികാരം. അതെന്ന് വെച്ചാൽ എന്താണ്, ജലത്തിൻ്റെ ശക്തി, ആ ശക്തിനെ അടിസ്ഥാനമാക്കിയിട്ട് സമയം നിർണ്ണയിക്കുന്ന ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ക്ലോക്ക്, അതാണ് വാട്ടർ ക്ലോക്ക് എന്ന് പറയുന്നത്, ജലഘടികാരം എന്ന് മലയാളത്തിൽ പറയും. The Egyptians were also skillful in sculpture. അതായത് സ്കൾപ്ചർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കില്ലേ, പ്രതിമാ നിർമ്മാണമാണ് സ്കൾപ്ചർ എന്ന് പറയുന്നത്. അവരതിലെന്തായിരുന്നു, എക്സ്പേർട്ടായിരുന്നു. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ സ്ഫിങ്സ്, എ സ്റ്റാച്ച് വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. അതായത് സിംഹത്തിൻ്റെ ശരീരവും മനുഷ്യൻ്റെ തല, ഹ്യൂമൻ്റെ ഹെഡുമുള്ള ഒരു ശില്പം അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈജിപ്തിൽ. അതിൻ്റെ ഫോട്ടോയാട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ഫിങ്സ് എന്നാണ് ഈ ഒരു പ്രതിമയുടെ പേര്. കണ്ടോ, മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ബോഡി, ഒരു ഇത് കണ്ടില്ലേ, തലയുടെ ഭാഗത്തുള്ള സിംഹത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈജിപ്തിലെ ആൾക്കാരാണ്. അപ്പുറത്ത് കണ്ടില്ലേ പിരമിഡ് കാണുന്നുണ്ടല്ലേ, പിരമിഡ് നമ്മൾ പഠിച്ചു. പിരമിഡിനുള്ളിൽ എന്താണ്, മമ്മികൾ സൂക്ഷിച്ചിട്ടുണ്ട്. മമ്മികൾ എന്ന് വെച്ചാൽ ഭരണാധികാരികളായിരുന്നു ഈജിപ്തിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻ വേർ ദ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. ഇറാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ രാജ്യത്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വളർന്നു വന്നത്, ഇന്നത്തെ ഇറാഖ് കേട്ടോ. മെസപ്പൊട്ടോമിയ ഈസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. 2 നദികൾക്ക്, അതായത് യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും ഇടയിലായിട്ടാണ് മെസപ്പൊട്ടോമിയൻ നാഗരികത, സിവിലൈസേഷൻ വളർന്നു വന്നത്. These rivers originate from the Armenian mountains and merge with the Persian Sea. അതായത് അർമേനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് പേർഷ്യൻ കടലിൽ പതിക്കുന്ന 2 നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ മെസപ്പൊട്ടോമിയ എന്ന പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ 2 നദികൾക്കിടയിലുള്ളതാണല്ലോ ഈ ഒരു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് ദ മെസപ്പൊട്ടോമിയ മീൻസ് ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫോർ ഡിഫറെൻറ്റ് സിവിലൈസേഷൻ എമേർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസപ്പൊട്ടോമിയ. എന്താണ് 4 വ്യത്യസ്ത സിവിലൈസേഷനിൽ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ എൻഡ് ചെയ്യുകയും ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ വർ സുമേറിയൻ, ബാബിലോണിയൻ, അസിറിയൻ ആൻഡ് ദ ചാൽഡിയൻ. ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീരിയൻ ആൻഡ് കാൽഡീൻ. കാൽഡീൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 എന്താണ് സിവിലൈസേഷൻസ് ആണ് മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നത്. ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസപ്പൊട്ടോമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. ഈ മെസപ്പൊട്ടോമിയയിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, ഫെർട്ടൈൽ എന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ള മണ്ണ്, അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സിനെ ഹെൽപ്പ് ചെയ്തു. കൂടാതെ ഇറ്റ് ലെഡ് ടു ട്രേഡ് ആൻഡ് ദ കോൺസിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അവ മെസപ്പൊട്ടോമിയയിലെ എന്താണ് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് എന്താക്കി? റീസൺ അല്ലെങ്കിൽ കാരണമായി അല്ലെങ്കിൽ ഇടയാക്കി. ഉറുക്ക് ആൻഡ് ലഗേഷ് were the major cities in ancient മെസപ്പൊട്ടോമിയ. ഉറുക്ക്, ലഗേഷ് എന്നിവ നമ്മുടെ ആൻഷ്യൻ്റ് മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. ദെൻ സിറ്റീസ് were also ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ സിറ്റീസ് എന്തായിരുന്നു? ഓൾസോ ട്രേഡിംഗ് സെൻറ്റേഴ്സ്, വ്യാപാര കേന്ദ്രങ്ങളും കൂടിയായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ദ ട്രേഡ് ലിങ്ക് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് മെസപ്പൊട്ടോമിയ ആൻഡ് ദ ഇൻഡസ് വാലി. നമ്മൾ എന്താണ് നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സിന്ധു നദിയുടെ സംസ്കാരങ്ങളിൽ ജനങ്ങളുമായിട്ട് എന്താണ് ഈ മെസപ്പൊട്ടോമിയയിലെ ആൾക്കാർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ഇൻഡസ് വാലിയിലെ ആൾക്കാരുമായിട്ട് മെസപ്പൊട്ടോമിയയിലെ ആൾക്കാർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ആസ് ട്രേഡ് ഡെവലപ്ഡ് ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ടു റെക്കോർഡ് ദ അക്കൗണ്ട്സ് ഓഫ് ദ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്. അതായത് കച്ചവടം വികാസം പ്രാപിച്ചതോടെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് എന്തായി? ആവശ്യമായിട്ട് വന്നു. ഇത് എന്തിലേക്ക് നയിച്ചു എന്നാണ് പറഞ്ഞത്? ദ മെസപ്പൊട്ടോമിയയിൽ ഇവൻച്വലി ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇത് ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് വളരാനിടയാക്കി. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ടെക്നോളജി ഉയർന്നു. പണ്ടത്തെ പോലെ നമുക്ക് പേപ്പറിലെല്ലാം എല്ലാ ഷോപ്പിലും ഇപ്പോൾ പേപ്പറിലാണോ കണക്കെഴുതി വെക്കാറ്? അല്ല. അപ്പോൾ എന്താണ്? പേപ്പറിലല്ല അല്ലേ? അപ്പം എന്താണ് ഇത് ടെക്നോളജി മാറി, പേപ്പറിലൊന്നുമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആവാൻ തുടങ്ങി. ആൾക്കാരുടെ പിന്നെ ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടർ ബേസ്ഡ് ആവാൻ തുടങ്ങി. അതുപോലെ മെസപ്പൊട്ടോമിയയിലെ ആൾക്കാർക്ക് എന്താണ് ഈ എക്സ്ചേഞ്ച് ട്രേഡിംഗ് വ്യാപാര രംഗത്ത് ഒരുപാട് പുരോഗതി വന്നപ്പോൾ അവർക്ക് കണക്കുകളൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തായത് ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ആവശ്യമായിട്ട് വന്നു. ദ സ്ക്രിപ്റ്റ് വാസ് ഏതായിരുന്നു? ആർട്ട് ഓഫ് റൈറ്റിംഗ് ക്യൂണിഫോം സ്ക്രിപ്റ്റാണ് ഇവരത്. യൂണിഫോം. അപ്പോൾ ഈജിപ്ഷ്യയിലുള്ള ആൾക്കാരുടെ ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്, മാറിപ്പോയരുത്. മെസപ്പൊട്ടോമിയയിലെ ആൾക്കാരുടെ ക്യൂണിഫോം ആണ്. ദ സ്ക്രിപ്റ്റ് വാസ് വേർഡ്സ് ഷേപ്ഡ്. അത് എന്ത് ഷേപ്പിലുള്ളതായിരുന്നു? വേർഡ്സ് ഷേപ്ഡ്, അതായത് ഒരു ആപ്പിൻ്റെ ആകൃതി. They were written on the smooth surface of wet clay tablets. A sharp stylus was used for writing. The tablets were baked in the sun. A huge collection of these tablets was being found here. Most of them were related to trade. അതായത് മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള ചെറിയ ഫലകങ്ങൾ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. മണ്ണുകൊണ്ടുള്ള ഒരു പ്രതലത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അത് എഴുതിയതിന് ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു. ഇത്തരം കളിമൺ പ്ലേറ്റ്സ് വൻ ശേഖരം തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഭൂരിഭാഗം എന്ന് പറയുന്നത് ട്രേഡുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫലകങ്ങൾ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഉണ്ടാവും. പ്ലേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ ഇത് തന്നെയാണ് യൂണിഫോം. കണ്ടോ? ഇങ്ങനത്തെ ഒരു ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇവർ എഴുതിക്കൊണ്ടിരുന്നത് അവരുടെ ലിപി. They achieved a remarkable progress in the field of mathematics and astronomy. അവർ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ. They formulated a calendar based on the movements of the moon. അതായത് ചന്ദ്രൻ്റെ ചലനത്തിന്, മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു കലണ്ടറും ഉണ്ടാക്കിയിരുന്നു. They divided a year into 12 months. അവരൊരു വർഷത്തിനെ 12 മാസങ്ങളായും
എ മന്ത് ഇൻറ്റു 4 വീക്സ്, ഒരു മാസത്തിനെ 4 ആഴ്ചകളായും, എ ഡേ ഇൻറ്റു 24 ഹവേഴ്സ്, ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും വിഭജിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്, അവർ ഗണിതത്തിൽ ഒരുപാട് എക്സ്പേർട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഡിവിഷൻ എന്നുള്ള ആ ഒരു ഹരണം, മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ആൻഡ് സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എന്നിവയിലും അവർക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ ഒരു എന്തിൻ്റെ ഈ നമ്മളിപ്പോൾ പഠിച്ചത് ഏതിൻ്റെയാണ് മെസൊപ്പൊട്ടേമിയയിലെ കുറച്ച് പ്രത്യേകതകൾ. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയിംലി സിഗുറാത്ത് ആൻഡ് ഈസ് ദ എവിഡൻസ് ഓഫ് ദ അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ദ ആൻഷ്യൻ മെസൊപ്പൊട്ടേമിയൻസ്. നമ്മുടെ ആൻഷ്യൻ മെസൊപ്പൊട്ടേമിയയിലെ ഈ പിന്നെ ഒരു സിഗുറാത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. ടെമ്പിൾസ്, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ. ഇതെന്ന് വെച്ചാൽ അവരുടെ അമേസിങ് ആർക്കിടെക്ചറൽ സ്കിൽസ് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അമേസിങ് ആർക്കിടെക്ചറൽ സ്കിൽസ് എന്ന് വെച്ചാൽ എന്താണ്? ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, നിർമ്മാണ വൈഭവം എന്ന് തന്നെ പറയാം അല്ലേ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, നിർമ്മാണ ഫീൽഡിൽ ഉള്ള അവർക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നു. ദേ വർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്, അവർ നഗരങ്ങൾ നിർമ്മിച്ചിരുന്നു. ദേ വർ ബിൽഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഹിലോക്സ് യൂസിങ് ബ്രിക്സ്, അതായത് മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിഗുറാത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോയാണിത്. ഓക്കെ, കണ്ടില്ലേ? മൺകൂനകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇതുണ്ടാക്കി. നല്ല രീതിയിൽ, നല്ല വൃത്തിയിൽ, കണ്ടില്ലേ? നല്ല സ്ട്രക്ചറലി ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവരെന്തായിരുന്നു? എക്സ്പേർട്ടായിരുന്നു, ആർക്കിടെക്ചർ സ്കിൽസ്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ചു, ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചു, ഈജിപ്ത്യൻ സിവിലൈസേഷൻ പഠിച്ചു, മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പഠിച്ചു. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ചൈനീസ് സിവിലൈസേഷൻ ആണ്. ഇത് കുറച്ചേ ഉള്ളൂ. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാങ്ഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദ സിറ്റീസ്, അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. They were also skillful in weaving, making pottery and silk production. അവർക്കും എന്ത് കഴിവുകളുണ്ടായിരുന്നു? വേവിങ്, തുണി നെയ്ത്ത്, മേക്കിംഗ് പോട്ടറി, പാത്ര നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, സിൽക്ക് പ്രൊഡക്ഷൻ എന്ന പട്ടുകൊണ്ടുള്ള വസ്ത്രനിർമ്മാണം, ഇതിലൊക്കെ അവരെന്തായിരുന്നു? എക്സ്പേർട്ടായിരുന്നു. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ചൈന ആസ് വെൽ. ഈ പുരാതന ചൈനയിൽ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ചോഗ്രഫിക് നോട്ട് ആൽഫബറ്റിക്. അതെന്തായിരുന്നു? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മറ്റുള്ള സിവിലൈസേഷനുകൾക്കും എന്താണ്? അവർക്ക് അക്ഷരങ്ങളായിരുന്നു. പക്ഷെ ചൈനീസിലുണ്ടായിരുന്നത് ചിത്രങ്ങളായിരുന്നു. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻടു ആൻ ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ്. പക്ഷേ പിന്നീട് ഇതെന്തായിട്ട് മാറി? ഈ ചിത്രങ്ങൾ ചിഹ്നങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ലൈക്ക് ആൻഷ്യൻ്റ് മെസൊപ്പൊട്ടേമിയൻസ് ആൻഡ് ഈജിപ്ഷ്യൻ. ഏതുപോലെ? ഈജിപ്ഷ്യൻ്റെയും മെസൊപ്പൊട്ടേമിയനിലെയും സ്ക്രിപ്റ്റ് പോലെ. ആൻഷ്യൻ്റ് ചൈനീസ് ടു ഫോർമുലേറ്റഡ് എ കലണ്ടർ ഇൻ വിച്ച് എ ഇയർ കൺസിസ്റ്റഡ് ഓഫ് 365 1.5 days. അതായത് ഈ ചൈനീസിലെ ആൾക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. ഒര ദിവസം ഇവിടെ കൂടുതലാണ്. In this unit, we have discussed a few civilizations that flourished in the river valleys. The use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of these civilization. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള സിവിലൈസേഷൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു